നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കാഷ്യൂ വിറ്റ പൗഡർ, ടെൻഡർ കോക്കനട്ട് വാട്ടർ എന്നീ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച മിൽമ. പുതിയ മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി നാളെ രാവിലെ 11-ന് നിർവഹിക്കും. മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ MP ശശി തരൂർ മുഖ്യാതിഥിയായിരിക്കും. അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA അധ്യക്ഷത വഹിക്കും. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High-grade coconuts, advanced technology, triple filter process. A product of വെങ്ങണശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. സഹകരണ ബാങ്കിലെ നിക്ഷേപം 1 മാസത്തിനുള്ളിൽ തിരികെ കൊടുക്കാൻ ബാങ്ക് സെക്രട്ടറിയോട് ലോകായുക്തയുടെ നിർദ്ദേശം. പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക് സെക്രട്ടറിയോടാണ് ലോകായുക്തയുടെ ഉത്തരവ്. കേസ് ഫയലിൽ സ്വീകരിച്ച ശേഷം നവംബർ 11-ന് നേരിട്ട് ഹാജരാകാൻ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. വിമുക്ത ഭടനായ മുഹമ്മദ്, ഭാര്യ ഖദീജ മുഹമ്മദ് എന്നിവരാണ് പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിനെതിരെ ലോകായുക്തയെ സമീപിച്ചത്. ഇവർ ബാങ്കിൽ നിക്ഷേപിച്ച 3,10,000 രൂപ തിരികെ ലഭിക്കുന്നില്ലെന്നായിരുന്നു പരാതി. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പണം നൽകാത്തത് ബാങ്ക് സെക്രട്ടറിയുടെ മനഃപൂർവ്വമായ വീഴ്ചയും ദുർഭരണവും ആണെന്ന് ആരോപിച്ചായിരുന്നു ഇരുവരും ലോകായുക്തയെ സമീപിച്ചത്. 1 മാസത്തിനുള്ളിൽ പലിശ സഹിതം പരാതിക്കാരുടെ പണം തിരികെ നൽകണമെന്ന് ലോകായുക്ത ബാങ്ക് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാറാണ് പരാതി പരിഗണിച്ചത്. സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ച സഹകരണ രജിസ്ട്രാറുടെ നടപടി ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ഭരണം തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് താൽക്കാലികമായി തിരികെ നൽകാനും ജസ്റ്റിസ് N നഗരേഷ് നിർദ്ദേശിച്ചു. ഇത് കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും. ഉടൻ പൊതുയോഗം വിളിച്ച് ബജറ്റ് അവതരിപ്പിക്കാനും നിർദ്ദേശിച്ചു. പൊതുയോഗത്തിൽ ബജറ്റ് അവതരിപ്പിച്ച് പാസാക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ ഭരണസ്തംഭനമുണ്ടെന്ന് കണ്ടെത്തി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഭരണം ഏൽപ്പിക്കുകയായിരുന്നു. ഹർജി 9-ന് പരിഗണിക്കും. സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് സഹകാര്യം കൊച്ചി ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. ദേശീയ സഹകരണ യൂണിയന്റെ ആഹ്വാനപ്രകാരം നവംബർ 14 മുതൽ 20 വരെ സംസ്ഥാനത്ത് 71ാമത് സഹകരണ വാരാഘോഷം സംഘടിപ്പിക്കുകയാണ്. ഈ സവിശേഷ മുഹൂർത്തത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയിലെ സജീവ സാന്നിധ്യമായ സഹകാര്യം കൊച്ചി സഹകരണ ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമായി ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. പ്രാഥമിക സഹകരണ സംഘങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും എന്ന വിഷയത്തിലാണ് ഉപന്യാസ മത്സരം. A4 സൈസ് പേപ്പറിൽ തയ്യാറാക്കിയ മാറ്റർ 5 പേജിൽ അധികരിക്കാതെ PDF ആയി സഹകാര്യം@gmail.com എന്ന ഐഡിയിലേക്ക് 31/10/2024 സമർപ്പിക്കേണ്ടതാണ്. മികച്ച ഉപന്യാസത്തിന് 1-2 സ്ഥാനത്ത് വരുന്നവർക്ക് ക്യാഷ് പ്രൈസും മെമന്റോയും സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടർ സഹകാര്യം കൊച്ചി, വിളിക്കേണ്ട നമ്പർ 9605890002. പ്രവാസി മലയാളികൾക്കായി KSFE അവതരിപ്പിക്കുന്ന KSFE ഡ്യുവോയുടെ ഗ്ലോബൽ ലോഞ്ചിങ് വെള്ളിയാഴ്ച നടത്തും. റിയാദിലെ ഹോട്ടൽ ഹോളിഡേ ഇൻ അൽക്വൈസറിൽ വൈകുന്നേരം 6-ന് നടക്കുന്ന ചടങ്ങ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. നിക്ഷേപവും ചിട്ടിയും ചേർന്നുള്ള ഒരു ഇരട്ട നേട്ടം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. പൂർണ്ണമായി ഓൺലൈനായിട്ട് ഇടപാടുകൾ നടത്താൻ കഴിയുന്ന തരത്തിലാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. ലോഞ്ചിങ്ങിൽ KSFE ചെയർമാൻ K വരദരാജൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ തുടങ്ങിയവർ പങ്കെടുക്കും.